പ്രദേശവാസിയായ മണി കൂടി നമുക്കൊപ്പം ചേരുന്നു. മണി, ഈ സംഭവം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ? അവിടെ സംസാരിച്ചിരുന്നു. എന്താണ് പറയുന്നത്? വണ്ടി നല്ല സ്പീഡിൽ വന്നിട്ട് ഡിവൈഡറുമിൽ ഇടിച്ച് കയറി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഇവര് സുരക്ഷിതമായി തന്നെയാണ് കിടന്നിരുന്നത് അല്ലേ? സുരക്ഷിതമായിട്ട് വണ്ടികൾ ഓടാത്ത സ്ഥലത്താണ് കിടന്നിരുന്നത്. അതിലെ യാത്ര ചെയ്യാറില്ല, വണ്ടികൾക്ക് അലൗഡ് കൊടുത്തിട്ടില്ല. ഡിവൈഡറിൽ ഇടിച്ച് കയറിയാണ് അങ്ങോട്ടേക്ക് പോയത്. അങ്ങോട്ട് കയറി അപകടം ഉണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അനുമാനിക്കുന്നത്. ഇവര് സ്ഥിരമായിട്ട് അവിടെ മണി കണ്ടിട്ടുണ്ടോ? അവിടെ തമ്പടിക്കുന്നവരാണ്. അവിടെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ടുള്ളത് അവര് അവിടെ ഇവിടെ ഉള്ളതാണ്. ഇപ്പൊ ഇങ്ങോട്ട് ഈ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് അവിടെ പണി തുടങ്ങി. അവിടെ സൗകര്യമായപ്പോ അവര് അവിടേക്ക് മാറിയതാണ് കിടക്കാനായിട്ട്. മറ്റേത് കടകളിലെ തിണ്ണുകളിലൊക്കെയാണ് കിടന്നിരുന്നത്. വലിയൊരു സംഘമാണ് അല്ലേ? വലിയൊരു സംഘമാണ്. വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാവാറുണ്ട്. അവരെ ഈ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ വിളിച്ചപ്പോ അദ്ദേഹം പറയുന്നത് അവിടെ ഈ പണി നടക്കുന്നതിൽ അപാകതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ആണോ? പണി നടക്കുന്നതില് അപാകതകളുണ്ടോ എന്ന് വിലയിരുത്താൻ അറിയില്ല. കാരണം പണി നടക്കുമ്പോ അതിന്റെ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മള് വണ്ടി ഓടിക്കുന്നവരും ജനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വികസനം. ഈ മദ്യപിച്ചിരുന്നോ? ലോറിക്കാരൻ മദ്യപിച്ചിരുന്നു എന്നല്ലോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനൊന്നും കേട്ടില്ല. ഞാൻ 3-3:30 സമയം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ഉറക്കം വരുന്ന സമയമാണ്. പോയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. പക്ഷെ ഭയങ്കര സ്പീഡിലായിരുന്നു അല്ലേ? സ്പീഡിലായിരുന്നു. കാരണം ഇത് ഇടിച്ചതിന് ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയാണ് ലോറി നിന്നത് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വേഗതയിലായിരുന്നു. അയാളുടെ ഭാഗത്ത് പൂർണ്ണമായും തെറ്റുണ്ട്. വേഗത പ്രത്യേകിച്ച് ആ ഭാഗത്ത് റൈറ്റ് അവിടെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടിരിക്കണം. അപ്പൊ അവിടെ വേഗത കുറച്ച് വരേണ്ട ഒരു സ്ഥലമാണ്. അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടോ? സിഗ്നൽ ഉണ്ട്. ആ വെച്ച സാധനങ്ങളൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത് വണ്ടി. ഓ ശരി ശരി ശരി. ഇതിപ്പോ ഇവരെ ആ സമയത്ത് തന്നെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു മണി? അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ആളുകൾ അവിടെ ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. എത്തിച്ചിട്ടുണ്ട്. അപ്പത്തെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസ് ഒക്കെ വന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവര് തമിഴ്നാട് സ്വദേശികളാണല്ലേ? തമിഴ്നാട് സ്വദേശികളെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പറയണെങ്കിൽ ആദിവാസികള് ആണ് അവര്. ഇവര് ഏത് ഭിക്ഷാടനമാണോ കച്ചവടമാണോ? അല്ല, ഇവര് ഭിക്ഷാടനം ഒന്നുമില്ല. ഇവര് എന്തെങ്കിലുമൊക്കെ ജോലികളായിട്ട് ചെയ്യുന്നുണ്ട്. തെങ്ങേറാൻ പോവും, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇവരുടെ മെയിൻ ആമനപ്പിടുത്തുണ്ട്. എന്താണ് ആമനപ്പിടിച്ച്? ആമ. ഓ ശരി 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 മണി, വളരെയധികം നന്ദി. പ്രദേശവാസിയായ മണിയാണ് സംസാരിച്ചത്. മണി പറയുന്നത് അവർ വളരെ സുരക്ഷിതമായ സ്ഥലത്താണ് കിടന്നത്. സുരക്ഷിതം എന്ന് പറയുമ്പോൾ റോഡാണ്, എങ്കിൽ പോലും വാഹനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്ത റോഡിലാണ് അവർ കിടന്നുറങ്ങിയിരുന്നത്. ഡിവൈഡർ ഇടിച്ച് അതിന് മുകളിലൂടെയാണ് വണ്ടി ഇവരുടെ അടുത്തേക്ക് ചെന്നത്. അത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നാണ് മണി ഇപ്പോൾ പറയുന്നത്. അങ്ങനെ